പ്രിയ ദൈവ പൈതലേ, നിസ്സഹായ അവസ്ഥയിലുള്ള നിലവിളി അതെന്താണെന്ന് നമ്മളീ പലർക്കും അറിയാം. എന്നാൽ വചനത്തിനകത്തിൽ നിന്നുള്ളൊരു തെളിവും അസാധാരണമായൊരു വിടുതലും ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് ചുവട് വെക്കുമ്പോൾ നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മേൽ അസാധാരണമായ കാര്യങ്ങൾ വേഗത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കുവാനിടയാകട്ടെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കൂട്ടം ജനത അവർ താമസിക്കുന്ന സ്ഥലം, ഭവനം ഇടുക്കമുള്ളതായതുകൊണ്ട് അവർക്കൊരു വിശാലതയ്ക്ക് വേണ്ടി പ്രവാചകനാകുന്ന ഏലീശയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാണ്, അതുകൊണ്ടൊന്ന് പുതുക്കി പണിയണം. അതിന് നദിക്കരയോളം പോകണം, മരം വെട്ടണം, മടങ്ങി വരണം. പ്രവാചകനാകുന്ന അവിടുന്ന് ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവപുരുഷനും കൂടെ പോകുന്നു. അങ്ങനെ അവർ മരം വെട്ടാൻ ആരംഭിച്ചു. മരം വെട്ടി പകുതിയാകുന്ന സമയത്ത് ഒരുവൻ്റെ കോടാലി തെറിച്ച് വെള്ളത്തിലേക്ക് പോയി. എല്ലാവരും മരം വെട്ടാൻ പോകുന്ന കൂട്ടത്തിൽ തൻ്റെ ഉള്ളിലും കിടന്ന ആവേശം താനും ഞെരുക്കത്തിലും പ്രശ്നത്തിനകത്തിലും ഇടുക്കത്തിനകത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും പോന്നു. എങ്കിൽ ദൈവപുരുഷനോട് കൂടെ ഞാനും പോകുകയാണ്. മരം വെട്ടാനൊന്നും പുള്ളിക്ക് അറിയത്തില്ല. അറിയുമായിരുന്നെങ്കിൽ ആ കോടാലി വെള്ളത്തിലേക്ക് തെറിച്ചു വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ആ മനുഷ്യൻ ഈ ദൈവപുരുഷൻ്റെ അരികിൽ വന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ശരിക്കും വേദനിക്കുന്ന നിലയിലാണ് താൻ സംസാരിക്കുന്നത്. അയ്യോ കഷ്ടം, യജമാനനെ, ഇത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. എത്രത്തോളം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് താൻ അവിടെ നിലവിളിക്കുന്നത്. ആ ദൈവപുരുഷൻ അവിടെ നിന്ന് എഴുന്നേറ്റു. കുഞ്ഞ്, നീ പറ, എവിടെയാ ആ കോടാലി പോയേ? അവൻ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. ഈ ദൈവപുരുഷൻ ഒരു ചെറിയ ചുള്ളിക്കമ്പെടുത്ത് ആ സ്ഥലത്തേക്ക് എറിഞ്ഞു. ഇരുമ്പാണ് വെള്ളത്തിൽ പോയതെന്ന് ഓർക്കണം. പക്ഷേ അഭിഷിക്ത ദൈവപുരുഷൻ ചുള്ളിക്കമ്പ് എവിടേക്കെറിഞ്ഞോ അവിടെ ആ ഇരുമ്പ് ഈ മനുഷ്യന് കൈയെത്തി എടുക്കത്തക്ക നിലയിൽ പൊങ്ങി വന്നു. ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവപുരുഷൻ്റെ കരം അവിടെ ചലിച്ചപ്പോൾ അവിടെ അസാധാരണമായൊരു ഡെലിവറൻസ് നടന്നു. എങ്കിൽ അസാധ്യമാണ് എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ആ കാര്യം നടക്കുകയില്ല എന്ന് വിധിയെഴുത്തുകളെ സകലത്തിനെയും ചവിട്ടി പുറത്താക്കിയിട്ട് അധികാരത്തോടെ ഇന്ന് പകലിൽ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിവരെ നിന്നിട്ട് പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് പകൽ മുതൽ അങ്ങോട്ട് അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിലും എൻ്റെ കുടുംബത്തിലും ചെയ്യാൻ പോകുകയാണ്. ഈ വചനത്തെ വായിക്കുക, വിശ്വസിക്കുക, പ്രഖ്യാപിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അസാധാരണമായ അത്ഭുതം ഇന്നു മുതൽ ചെയ്തു തുടങ്ങട്ടെ. ആമേൻ.